RSSന് കീഴ്പ്പെടുന്ന ഗവർണറും സർക്കാരുമാണ് കേരളത്തിൽ ഉള്ളതെന്ന് പിണറായി വിജയൻ. UDF മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിയതിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. RSS സംഘപരിവാർ താൽപ്പര്യങ്ങളെ ഗവർണർ താലോലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനെതിരായി നേരിയ ശബ്ദം പോലും ഉയർത്താൻ UDF തയ്യാറാകുന്നില്ലെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഗവർണർ നിർബന്ധിച്ചതിനാലാണെന്നാണ് കാരണമായി അവർ പറയുന്നതെന്നും ജനവിധിയുടെ പേരിൽ നിഗൂഢമായ അജണ്ടകൾ നടപ്പാക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ UDF ഭരണത്തിന് തുടക്കം കുറിച്ചത് വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലിയായിരുന്നു. ആരെ പ്രീണിപ്പിക്കാനായിരുന്നു അതെന്ന് പിണറായി ചോദിച്ചു. RSS നയം അംഗീകരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി സംഘപരിവാറുകാരനെ നിയമിച്ചു. RSS സംഘപരിവാർ താൽപ്പര്യമാണ് ഗവർണർ നടത്തുന്നത്. ഇതിനെതിരെ സർക്കാർ നേരിയ ശബ്ദം പോലും ഉയർത്താത്തത് എന്തുകൊണ്ടാണ്? സെനറ്റിൽ 19 പേർ കറകളഞ്ഞ RSSകാരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. LDF സർക്കാരാണ് എല്ലാത്തിനും കാരണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് LDF സർക്കാർ കാരണമാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് ഇതിനോടൊന്നും യോജിപ്പില്ലെന്ന് പറയാൻ പോലും എന്തേ സർക്കാരിന് കഴിയാത്തത്? അങ്ങനെ RSS നയങ്ങളോട് എതിരായി ഒന്നും പറയാതെ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ റോജി M. ജോൺ ശ്രമിക്കുന്നതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമല്ലേ? പിണറായി വിജയൻ പരിഹസിച്ചു. വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കേണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇതുപോലെ RSS നിലപാടിന് കീഴ്പ്പെടുന്ന ഒരു ഗവർണറും സർക്കാരും ഉള്ളപ്പോൾ എങ്ങനെ വിമർശിക്കാതിരിക്കും? സ്വകാര്യവൽക്കരണം കൊണ്ടുവരുമെന്ന് ഒരു മറയില്ലാതെ UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനവിധി സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയായിരുന്നു. പതിയെ പതിയെ BJPയുടെയും കേരളത്തിലെ UDF സർക്കാരിൻ്റെയും അജണ്ട ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി രംഗം സ്വകാര്യവൽക്കരിക്കുക എന്നത് കോർപ്പറേറ്റുകളുടെ, പ്രത്യേകിച്ചും അദാനിയുടെ താൽപ്പര്യമാണ്. ജനവിധിയുടെ പേരിൽ നിഗൂഢമായ അജണ്ട നടപ്പിലാക്കുകയാണിവർ. ഇതൊക്കെ അങ്ങ് നടക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? പലതിനും സാക്ഷ്യം വഹിച്ച നാടാണ് കേരളം. അതുമാത്രമേ പുതിയ ഭരണക്കാരോട് പറയാനുള്ളൂ, പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം BJPയെ സഹായിക്കാനാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് BJPയെ ചെറുക്കാൻ കഴിയണം. പക്ഷേ അതിന് കോൺഗ്രസിന് കഴിയുന്നില്ല, പിണറായി വിജയൻ പറഞ്ഞു.